യുഎൻ പൊതുസഭയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനലീന ബെയർബോക്ക്. ജർമ്മനിയിലെ മുൻ വിദേശകാര്യമന്ത്രിയാണ് അനലീന ബെയർബോക്ക്. യുഎൻ പൊതുസഭയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനലീന ബെയർബോക്ക്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സാറ ജോസഫ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സാറ ജോസഫ്. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2025 IPL സീസണിൽ ഓറഞ്ച് ക്യാപ്പ് നേടിയത് സായി സുദർശൻ, ഗുജറാത്ത് ടൈറ്റൻസ്. 2025 IPL സീസണിൽ ഓറഞ്ച് ക്യാപ്പ് നേടിയത് സായി സുദർശനാണ്, ഗുജറാത്ത് ടൈറ്റൻസ്. പർപ്പിൾ ക്യാപ്പ് ലഭിച്ചത് പ്രസിദ്ധ് കൃഷ്ണ, ഗുജറാത്ത് ടൈറ്റൻസ്. 2025 IPL ടൂർണമെന്റിൽ മികച്ച താരമായി തിരഞ്ഞെടുത്തത് സൂര്യകുമാർ യാദവാണ്, മുംബൈ ഇന്ത്യൻസ്. എമേർജിംഗ് പ്ലെയർ ഓഫ് ദി സീസണായി തിരഞ്ഞെടുക്കപ്പെട്ടതും സായി സുദർശനാണ്. 2025 IPL സീസണിൽ ഓറഞ്ച് ക്യാപ്പ് നേടിയത് സായി സുദർശനാണ്. എമർജിംഗ് പ്ലെയർ ഓഫ് ദ സീസൺ ആയതും സായി സുദർശൻ തന്നെയാണ്. പർപ്പിൾ ക്യാപ്പ് ലഭിച്ചത് പ്രസിദ്ധ് കൃഷ്ണ. 2025 IPL ടൂർണമെന്റിൽ മികച്ച താരമായി തിരഞ്ഞെടുത്തത് സൂര്യകുമാർ യാദവിനെയാണ്. കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യതയും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതി കെ-ടാപ്പ്. കെ-ടാപ്പ് എന്ന് വെച്ചാൽ കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം. കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം. അപ്പോൾ കാർഷിക രംഗത്ത് ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യതയും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് കെ-ടാപ്പ്. ഓപ്പറേഷൻ സിന്ദൂർ സ്മാരകം നിർമ്മിക്കുവാൻ തീരുമാനിച്ചത് ഗുജറാത്തിലെ കച്ചിലാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കുവാൻ ഇന്ത്യ സന്ദർശിച്ച രാജ്യങ്ങൾ 33. 2026 T20 വനിതാ ലോകകപ്പിന്റെ വേദി ഇംഗ്ലണ്ട്. 2026 T20 വനിതാ ലോകകപ്പിന്റെ വേദി ഇംഗ്ലണ്ട്. മരുഭൂമീകരണത്തെ ചെറുക്കുന്നതിനും മരുഭൂമി പുനഃസ്ഥാപിക്കുന്നതിനുമായി 4 സംസ്ഥാനങ്ങളിലായി ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 പ്രധാനമന്ത്രി തുടക്കം കുറിച്ച പദ്ധതി ഗ്രീൻ വാൾ പദ്ധതി. മരുഭൂമീകരണത്തെ ചെറുക്കുന്നതിനും ഭൂമി പുനഃസ്ഥാപിക്കുന്നതിനുമായി 4 സംസ്ഥാനങ്ങളിലായി ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 പ്രധാനമന്ത്രി തുടക്കം കുറിച്ച പദ്ധതി ഗ്രീൻ വാൾ പദ്ധതി. 2025 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ. 2025 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമായ ചെനാബ് പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2025 ജൂൺ 6. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമായ ചെനാബ് പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് 2025 ജൂൺ 6-നാണ്. ഈ പാലത്തിന്റെ ആകെ നീളം 1315 മീറ്ററാണ്. ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ശൃംഖലയുടെ ഭാഗമാണിത്. ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ശൃംഖലയുടെ ഭാഗം. 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് കോക്കോ ഗാഫ്, USA. 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് കോക്കോ ഗാഫ്, USA. 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്, സ്പെയിൻ. അഞ്ചീഗഡ് പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് 2025 ജൂൺ 6. അഞ്ചീഗഡ് പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് 2025 ജൂൺ 6. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലമാണ് അഞ്ചീഗഡ് പാലം. നീളം 725 മീറ്ററാണ്. 725 മീറ്റർ. ഇന്ത്യൻ റെയിൽവേക്കായുള്ള ആദ്യത്തെ കേബിൾ സ്റ്റേ പാലമാണ് അഞ്ചീഗഡ് പാലം. ജമ്മു കാശ്മീരിലെ കത്ര, റിയാസി ജില്ലകളെ തമ്മിൽ ഇത് ബന്ധിപ്പിക്കുന്നു. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റിയോ ഡി ജനീറോ, ബ്രസീൽ. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റിയോ ഡി ജനീറോ, ബ്രസീൽ. 2026 12ാമത് ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. 2016 ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. 2025 51ാമത് G7 ഉച്ചകോടിയുടെ വേദി ആൽബർട്ട, കാനഡ. 2025 51ാമത് G7 ഉച്ചകോടിയുടെ വേദി ആൽബർട്ട, കാനഡ. മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ഒന്നാമതെത്തിയത്, അതായത് GSDPയിൽ ഒന്നാമതെത്തിയത് മഹാരാഷ്ട്ര.
രണ്ടാം സ്ഥാനം തമിഴ്നാട്, മൂന്നാം സ്ഥാനം ഉത്തർപ്രദേശ്, 11ാം സ്ഥാനം കേരളം. 11ാം സ്ഥാനമാണ് കേരളത്തിനത്. മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ഒന്നാമതെത്തിയത് മഹാരാഷ്ട്ര, രണ്ടാം സ്ഥാനം തമിഴ്നാട്, മൂന്നാം സ്ഥാനം ഉത്തർപ്രദേശ്, 11ാം സ്ഥാനമാണ് കേരളം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമായ ചെനാബ് പാലത്തിന്റെ നിർമ്മാണത്തിന് ഭാഗമായ വനിതാ എഞ്ചിനീയറാണ് മാധവി ലത. മാധവി ലത. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമായ ചെനാബ് പാലത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായ വനിതാ എഞ്ചിനീയറാണ് മാധവി ലത. ദുരന്ത നിവാരണ മേഖലയിലെ സംഭാവനകൾക്ക് UN നൽകുന്ന സസാകാവ പുരസ്കാരം ലഭിച്ചത് മൃത്യുഞ്ജയ മൊഹാപാത്ര. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ഡയറക്ടറാണ് മൃത്യുഞ്ജയ് മൊഹാപാത്ര. ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് രംഗത്ത് നൽകിയ സംഭാവനകൾക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. സൈക്ലോൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? മൃത്യുഞ്ജയ് മൊഹാപാത്രയാണ്. ഇന്തോനേഷ്യക്കാരനായ ഹാർകുന്തി രഹായുവിനോടൊപ്പമാണ് ഈ പുരസ്കാരം പങ്കിട്ടത്. അപ്പോൾ ദുരന്ത നിവാരണ മേഖലയിലെ സംഭാവനകൾക്ക് UN നൽകുന്ന സസാകാവ പുരസ്കാരം ലഭിച്ചത് മൃത്യുഞ്ജയ് മൊഹാപാത്ര. സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുന്ന ആദ്യ കാഴ്ച പരിമിതിയുള്ള അഭിഭാഷക അഞ്ചൽ ഫത്തേജ. സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുന്ന ആദ്യത്തെ കാഴ്ച പരിമിതിയുള്ള അഭിഭാഷകയാണ് അഞ്ചൽ ഫത്തേജ. കരസേന ഉപമേധാവിയായി നിയമിതനായത് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായി. ഐക്യരാഷ്ട്രസഭയുടെ 3ാം സമുദ്ര സമ്മേളനത്തിന് വേദിയായത് നൈസിൽ, ഫ്രാൻസ്. ഐക്യരാഷ്ട്രസഭയുടെ 3ാം സമുദ്ര സമ്മേളനത്തിന്റെ വേദിയായത് നൈസിൽ, ഫ്രാൻസ്. 2025 ദുരന്ത പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനം ICDRI എവിടെയാണ് നടന്നത്? അതും നൈസിൽ, ഫ്രാൻസിൽ തന്നെയാണ്. ICDRIയുടെ ഫുൾ ഫോം ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഡിസാസ്റ്റർ റെസിലിയന്റ് ഇൻഫ്രാസ്ട്രക്ചർ. ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഡിസാസ്റ്റർ റെസിലിയന്റ് ഇൻഫ്രാസ്ട്രക്ചർ. 2025 ജൂൺ 12 അഹമ്മദാബാദിലെ സർദാർ വല്ലഭായി പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് യാത്ര ആരംഭിക്കവേ അപകടത്തിൽപ്പെട്ട വിമാനം എയർ ഇന്ത്യ 171. എയർ ഇന്ത്യ 171. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ട ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് വിജയ് രൂപാണി. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ട ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയാണ് വിജയ് രൂപാണി. നാഷണൽ ഇ-വിധാൻ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്ത മന്ത്രാലയം മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സ്. നാഷണൽ ഇ-വിധാൻ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്ത മന്ത്രാലയം മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സ്. നാഷണൽ ഇ-വിധാൻ ആപ്ലിക്കേഷൻ നിയമനിർമ്മാണ പ്രക്രിയകളെ ഡിജിറ്റൈസ് ചെയ്യുന്നു. അജണ്ടകൾ, ബില്ലുകൾ, റിപ്പോർട്ടുകൾ എന്നിവയിലേക്ക് തത്സമയ ആക്സസും നൽകുന്നു. മേഘ്രാജ് ക്ലൗഡിൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഇത് പേപ്പർ ഉപയോഗം കുറച്ചുകൊണ്ട് സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുമ്പോൾ സുരക്ഷിതമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നു. നേവ പാർലമെന്ററി ജോലികൾ കാര്യക്ഷമമാക്കുന്നു, സുതാര്യത വർദ്ധിപ്പിക്കുന്നു. നിയമസഭാംഗങ്ങൾ, മന്ത്രിമാർ, ജീവനക്കാർ, പൗരന്മാർ എന്നിവർക്ക് ഡിജിറ്റൽ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. നാഷണൽ ഇ-വിധാൻ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്ത മന്ത്രാലയം മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ആണ്. മേഘ്രാജ് ക്ലൗഡിൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഇത് പേപ്പർ ഉപയോഗം കുറച്ചുകൊണ്ട് സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുമ്പോൾ സുരക്ഷിതമായ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്നു. നാഷണൽ ഇ-വിധാൻ ആപ്ലിക്കേഷൻ നിയമനിർമ്മാണ പ്രക്രിയകളെ ഡിജിറ്റൈസ് ചെയ്യുന്നു. അജണ്ടകൾ, ബില്ലുകൾ, റിപ്പോർട്ടുകൾ എന്നിവയിലേക്ക് തത്സമയ ആക്സസും നൽകുന്നു. 2025 തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ച ധനുഷ്കോടി വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കുന്ന ദേശാടന പക്ഷി ഇനം ഗ്രേറ്റർ ഫ്ലമിംഗോ. ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയണിന് മറുപടിയായി ഇറാൻ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3. ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയണിന് മറുപടിയായി ഇറാൻ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3. നാളികേര ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കർണാടക, 2ാം സ്ഥാനം തമിഴ്നാട്, 3ാം സ്ഥാനമാണ് കേരളം. തെങ്ങ് കൃഷി വ്യാപ്തിയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ്. തെങ്ങ് കൃഷി വ്യാപ്തിയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ്. നാളികേര ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കർണാടക, 2ാം സ്ഥാനം തമിഴ്നാട്, 3ാം സ്ഥാനം കേരളം. എന്നാൽ തെങ്ങ് കൃഷി വ്യാപ്തിയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളം തന്നെയാണ്. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായത് ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയക്കെതിരെ 5 വിക്കറ്റിനാണ് ജയിച്ചത്.
ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടമാണിത്. 27 വർഷങ്ങൾക്കു ശേഷമാണ് ദക്ഷിണാഫ്രിക്ക ഒരു ICC കിരീടം സ്വന്തമാക്കുന്നത്. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായത് ദക്ഷിണാഫ്രിക്ക. സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ് ജീവധാര. ജീവധാര സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ജീവധാര. പ്രഥമ ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്. പ്രഥമ ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്. 2025 സ്പോർട്സ് ലോകകപ്പ് ആഗോള അംബാസഡറായി തിരഞ്ഞെടുത്തത് ക്രിസ്ത്യാനോ റൊണാൾഡോ. ക്രിസ്ത്യാനോ റൊണാൾഡോ. വേദി റിയാദാണ്. വേദി റിയാദ്. 2025 സ്പോർട്സ് ലോകകപ്പ് ആഗോള അംബാസഡറായി തിരഞ്ഞെടുത്തത് ക്രിസ്ത്യാനോ റൊണാൾഡോ. വേദി റിയാദ്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ റേഡിയോ നെല്ലിക്ക. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ നെല്ലിക്ക. ആനിമേഷൻ രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ആൻസി ക്രിസ്റ്റൽ അവാർഡ് നേടിയ മലയാളി സുരേഷ് എറിയാട്ട്. സുരേഷ് എറിയാട്ട്. ഫ്രാൻസിൽ നടന്ന രാജ്യാന്തര അനിമേഷൻ ഫെസ്റ്റിവലിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായിരുന്നു സുരേഷ് എറിയാട്ടിന്റെ ദേശി ഊൻ എന്ന ആനിമേഷൻ ചിത്രം. ആനിമേഷൻ രംഗത്ത് ഓസ്കാർ എന്നറിയപ്പെടുന്ന ആൻസി ക്രിസ്റ്റൽ അവാർഡ് ലഭിച്ച മലയാളിയാണ് സുരേഷ് എറിയാട്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന ആദ്യത്തെ രാജ്യം സൈപ്രസ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിൽ 1333.48 മെഗാവാട്ട് എന്ന ഏറ്റവും ഉയർന്ന ശേഷി നേടി രാജ്യത്ത് ഒന്നാമതെത്തിയത് കർണാടക. 2024-25 സാമ്പത്തിക വർഷത്തിൽ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിൽ 1333.48 മെഗാവാട്ട് എന്ന ഏറ്റവും ഉയർന്ന ശേഷി നേടി രാജ്യത്ത് ഒന്നാമതെത്തിയത് കർണാടക. വയോജനങ്ങളുടെ ഏകാന്തത അകറ്റുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി സല്ലാപം പദ്ധതി. വയോജനങ്ങളുടെ ഏകാന്തത അകറ്റുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി സല്ലാപം പദ്ധതി. മുതിർന്ന പൗരന്മാർ അനുഭവിക്കുന്ന ഏകാന്തതയ്ക്ക് പരിഹാരം കാണുക, അവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വയോജനങ്ങളെയും പുതിയ തലമുറയെയും ടെലിഫോൺ മുഖാന്തരം ബന്ധിപ്പിച്ച് ടെലിഫോൺ ഫ്രണ്ടിന് നൽകുക, ഇതിലൂടെ വാർദ്ധക്യം കൂടുതൽ സന്തോഷകരമാക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. വയോജനങ്ങളുടെ ഏകാന്തത അകറ്റുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സല്ലാപം പദ്ധതി. കുടുംബശ്രീക്ക് കീഴിലുള്ള സംരംഭങ്ങളെ സാങ്കേതിക പരിശീലനം ലഭ്യമാക്കി വിജയകരമാക്കാൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് ശ്രീ. കുടുംബശ്രീക്ക് കീഴിലുള്ള സംരംഭങ്ങളെ സാങ്കേതിക പരിശീലനം ലഭ്യമാക്കി വിജയകരമാക്കാൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് ശ്രീ. പ്രഥമ നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ വേദി ബംഗളൂരു. പ്രഥമ നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ വേദി ബംഗളൂരു. 1999 ശേഷം ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിലെത്തുന്ന ആദ്യത്തെ മലയാളി പി മാളവിക. 1999 ശേഷം ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിലെത്തുന്ന ആദ്യത്തെ മലയാളി പി മാളവിക. മെറ്റ ഇന്ത്യ മേധാവിയായി ചുമതലയേൽക്കുന്നത് അരുൺ ശ്രീനിവാസ്. മെറ്റ ഇന്ത്യ മേധാവിയായി ചുമതലയേൽക്കുന്നത് അരുൺ ശ്രീനിവാസ്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം മലയാളത്തിൽ നിന്നും ലഭിച്ചത് അഖിൽ പി ധർമ്മജൻ. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം മലയാളത്തിൽ നിന്നും ലഭിച്ചത് അഖിൽ പി ധർമ്മജൻ. അദ്ദേഹത്തിന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 50,000 രൂപയും ഫലകവുമാണ് പുരസ്കാരമായി ലഭിക്കുന്നത്. 50,000 രൂപയും ഫലകവും. ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീജിത്ത് മൂത്തേടത്തിനാണ്. ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീജിത്ത് മൂത്തേടത്ത്. പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന പുസ്തകത്തിനാണ് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. യുവസാഹിത്യ പുരസ്കാരം ലഭിച്ചത് അഖിൽ പി ധർമ്മജനും ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീജിത്ത് മൂത്തേടത്തിനുമാണ്. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് തൃശൂർ. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് തൃശൂരിലാണ്. രാജ്യത്തെ ആദ്യ ഡിസൈനർ മൃഗശാല പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. രാജ്യത്തെ ആദ്യ ഡിസൈനർ മൃഗശാല പുത്തൂർ സുവോളജിക്കൽ പാർക്ക്.
ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഓപ്പറേഷൻ സിന്ധു കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ വന്യജീവി സങ്കേതമായി പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ വന്യജീവി സങ്കേതമായി പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. 2025 ഡൽഹി ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ബ്രാൻഡ് അംബാസഡറായി നിയമിതയായത് കങ്കണ റണാവത്ത്. ഭാഗ്യചിഹ്നം വിരാജ്, യങ് എലിഫന്റ് വിരാജ്. ഇപ്പൊ 2025 ഡൽഹി ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ബ്രാൻഡ് അംബാസഡറായി നിയമിതയായത് കങ്കണ റണാവത്താണ്. ഭാഗ്യചിഹ്നം വിരാജ്. അപൂർവ രക്തദാതാക്കളുടെ ഡേറ്റ സംയോജിപ്പിക്കുവാൻ ഇന്ത്യ ഒരുക്കുന്ന രജിസ്ട്രിയാണ് ഈ രക്തകോശ്. അപൂർവ രക്തദാതാക്കളുടെ ഡേറ്റ സംയോജിപ്പിക്കുവാൻ ഇന്ത്യ ഒരുക്കുന്ന രജിസ്ട്രിയാണ് ഈ രക്തകോശ്. ചൈനയുടെയും പാകിസ്ഥാന്റെയും ഓരോ നീക്കവും മനസ്സിലാക്കുന്നതിനായി 52 ചാര ഉപഗ്രഹങ്ങൾ 18 മാസത്തിനകം ഇന്ത്യ വിക്ഷേപിക്കുന്ന പദ്ധതി SBS-03. ചൈനയുടെയും പാകിസ്ഥാന്റെയും ഓരോ നീക്കവും മനസ്സിലാക്കുന്നതിനായി 52 ചാര ഉപഗ്രഹങ്ങൾ 18 മാസത്തിനകം ഇന്ത്യ വിക്ഷേപിക്കുന്ന പദ്ധതിയാണ് SBS-03. ISROയും സ്വകാര്യ സ്ഥാപനങ്ങളും ചേർന്നാണ് ഇത് നടപ്പിലാക്കുന്നത്. സ്വദേശാഭിമാനി കേസരി പുരസ്കാരങ്ങൾ. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. പുരസ്കാരത്തുക 1 ലക്ഷം രൂപയാണ്. പുരസ്കാരം നേടിയവർ 2021 KG പരമേശ്വരൻ നായർ, 2022 ഏഴാച്ചേരി രാമചന്ദ്രൻ, 2023 N അശോകൻ. ഇപ്പൊ സ്വദേശാഭിമാനി കേസരി പുരസ്കാരങ്ങൾ മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ്. 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. പുരസ്കാരം നേടിയവർ KG പരമേശ്വരൻ നായർ 2021, 2022 ഏഴാച്ചേരി രാമചന്ദ്രൻ, 2023 N അശോകൻ. 2025 ജൂണിൽ അമേരിക്ക ഇറാനിൽ നടത്തിയ B-2 ബോംബറുകളുടെ ആക്രമണമാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. അടുത്തിടെ നിർത്തലാക്കിയ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരം JCB പുരസ്കാരം. സമ്മാനത്തുക 25 ലക്ഷം രൂപയാണ്. 2018 ആരംഭിച്ച പുരസ്കാരം ആദ്യം കരസ്ഥമാക്കിയത് ബെന്യാമിനാണ്. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ. 2020 S ഹരീഷ് മീശ. 2021 M മുകുന്ദൻ ഡൽഹി ഗാഥകൾ. JCB പുരസ്കാരം ലഭിച്ച മലയാളികളുടെ ലിസ്റ്റാണ് ഇപ്പൊ പറഞ്ഞത്. ടെസ്റ്റിൽ വിദേശത്ത് കൂടുതൽ തവണ 5 വിക്കറ്റ് നേടുന്ന, അതായത് 12 തവണ 5 വിക്കറ്റ് നേടുന്ന ഇന്ത്യൻ ബോളർമാരിൽ കപിൽ ദേവിന്റെ റെക്കോർഡിനൊപ്പം എത്തിയ ഇന്ത്യൻ താരമാണ് ജസ്പ്രീത് ബുംറ. ടെസ്റ്റിൽ വിദേശത്ത് കൂടുതൽ തവണ 5 വിക്കറ്റ് നേടുന്ന 12 തവണ ഇന്ത്യൻ ബൗളർമാരിൽ കപിൽ ദേവിന്റെ റെക്കോർഡിനൊപ്പം എത്തിയ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ. വിദേശത്ത് 150 വിക്കറ്റ് നേടുന്ന ആദ്യ ഏഷ്യൻ ബോളറും ജസ്പ്രീത് ബുംറയാണ്. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ചയുടെ ശതാബ്ദി സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് വിജ്ഞാൻ ഭവൻ, ന്യൂഡൽഹി. ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് മിസോറാം. 2ാമത് ഗോവ, 3ാമത് ത്രിപുര. ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് മിസോറാം, 2ാമത് ഗോവ, 3ാമത് ത്രിപുര. പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ 51 പ്രസംഗങ്ങളുടെ ശേഖര പുസ്തകമാണ് വിങ്സ് ടു അവർ ഹോപ്സ്. പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ 51 പ്രസംഗങ്ങളുടെ ശേഖര പുസ്തകം വിങ്സ് ടു അവർ ഹോപ്സ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. താങ്ക് യു.